പോകുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾ ഒരുപാട് ചിന്തകളും ഒരുപാട് ആലോചനകളും ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ്. അമ്മാർ ഇബ്നു യാസിർ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ ഒരു പ്രാവശ്യം നിസ്കരിച്ചു. ഫഖഫഫഹാ. ചരിത്രത്തിൽ അമ്മാർ ഇബ്നു യാസിറിന്റെയും കുടുംബത്തിന്റെയും പങ്ക് വളരെ വലുതാണ്. അമ്മാർ ഇബ്നു യാസിറും കുടുംബവും ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അവർ സഹിച്ച ത്യാഗം വലുതാണ്. ആ അമ്മാർ ഇബ്നു യാസിർ റഹിമഹുല്ലാഹ് ഒരിക്കൽ നിസ്കരിച്ചു. ഫഖഫഫഹാ. ആ നിസ്കാരം വളരെ ലഘുവായി, വളരെ ചെറുതായി പെട്ടെന്ന് നിസ്കരിച്ചു തീർത്തു. ഫഖീല ലഹു. ആ സമയത്ത് അമ്മാർ ഇബ്നു യാസിറിനോട് സ്വഹാബികൾ ആരോ ചോദിച്ചു, ഖഫഫത യാ അബൽ യഖ്ലാൻ. അമ്മാർ ഇബ്നു യാസിറെ, നിങ്ങൾ വളരെ ചെറുതായി ചുരുക്കിയിട്ടാണല്ലോ നിസ്കരിച്ചത്. ഫഖാല. അപ്പോ മഹാൻ ചോദിക്കുകയാണ്, ഹൽ റഅയ്തുമൂനി നഖസ്തു മിൻ ഹുദൂദിഹാ ശൈഅൻ. ഞാൻ ചുരുക്കി നിസ്കരിച്ചു എന്ന് പറഞ്ഞു, ശരി തന്നെ. എന്നാൽ നിസ്കാരത്തിന്റെ ഏതെങ്കിലും കാര്യം ഞാൻ കുറച്ചതായിട്ട്, ഏതെങ്കിലും ഒരു കാര്യം കുറച്ചുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നിസ്കരിച്ച് നിങ്ങൾ കണ്ടോ? അവര് പറഞ്ഞില്ല, അങ്ങനെയൊന്നും കണ്ടില്ല. നിസ്കാരത്തിന്റെ ഏതെങ്കിലും സുന്നത്തുകളോ ഏതെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളോ വിട്ടേച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നിസ്കരിച്ചിട്ടില്ല. ഖാല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബാദർതു ഇന്നി ബാദർതു സഹ്വ ശൈത്താൻ. ഞാൻ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നിസ്കരിക്കാനുള്ള കാരണം ഞാൻ പേടിച്ചു പോകുന്നു. സഹ്വ ശൈത്താൻ. ശൈത്താൻ എന്നെ മറപ്പിച്ചുകൊണ്ട് എന്റെ ചിന്തയെ മാറ്റിക്കളയുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത് എന്ന് അമ്മാർ ഇബ്നു യാസിർ റഹിമഹുല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാത്ത്. ഒരു അടിമ നിസ്കരിക്കും, ലാ യുക്തബു ലഹു നിസ്ഫുഹാ. ആ നിസ്കാരത്തിന്റെ പകുതി പോലും, അവൻ നിസ്കരിച്ചതിന്റെ പകുതി പോലും അല്ലാഹു തആല അവനക്ക് രേഖയാക്കി വെക്കൂല, എഴുതി വെക്കൂല. വലാ സുലുസുഹാ. മൂന്നിലൊന്നും കൊടുക്കൂല. വലാ റുബുഹാ. നാലിലൊന്നും അല്ലാഹു തആല പ്രതിഫലം കൊടുക്കില്ല. വലാ ഖുമുസുഹാ വലാ സുദുസുഹാ വലാ ഉശ്റുഹാ. അഞ്ചിലൊന്നോ ആറിലൊന്നോ പത്തിലൊന്നോ അല്ലാഹു തആല പ്രതിഫലം കൊടുക്കില്ല. വകാന യഖൂൽ. റസൂലുള്ളാഹി പറയുമായിരുന്നു, ഇന്നമാ യക്തുബുൽ അബ്ദി മിൻ സ്വലാത്തിഹി മാ അഖൽ. ചിന്തിച്ചുകൊണ്ട് അടിമ എത്ര നിസ്കരിക്കുന്നുവോ അത്ര മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അടിമക്ക് രേഖപ്പെടുത്തി വെക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട്. എത്രയാണോ ചിന്തിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ദുആഉൽ ഇസ്തിഫ്താഹിലൂടെ, വജ്ജഹത്തുവിലൂടെ റബ്ബിനോട് നാം പറയുകയാണ്, പടച്ചവനെ, ഇന്നി വജ്ജഹതു വജ്ഹിയ, എന്റെ മുഖം ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു, ഞാൻ തിരിഞ്ഞു നിൽക്കുന്നിരിക്കുന്നു, ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള. ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ച ഒരുത്തനെ കൊള്ള, അല്ലാഹുവെ കൊള്ളയാണ് എന്റെ ചിന്തയെ, എന്റെ മുഴുവൻ കാര്യങ്ങളെയും ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നത്. ഹനീഫൻ മുസ്ലിമാ. അസത്യം പൂർണ്ണമായും ഒഴിവാക്കി നന്മയുടെ ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ട് മുസ്ലിമായി ഞാനിതാ അല്ലാഹുവേ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനേ അല്ല, ഞാൻ ശിർക്ക് വെക്കുന്നവരിൽ പെട്ടവനേ അല്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും, റബ്ബിനോട് പറയുകയാണ് നമ്മൾ, റബ്ബിനോടുള്ള പ്രതിജ്ഞയാണ് എന്റെ നിസ്കാരവും, വനുസുകി എന്റെ ആരാധനകൾ മുഴുവനും, മാത്രമല്ല വമഹ്യായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാണ്, റബ്ബേ നിനക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് വിശ്വാസികൾ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ്, ഒരു വാക്കാണ്. പക്ഷെ ഇത് റബ്ബിനോട് പറയുമ്പോഴും നമ്മുടെ മനസ്സ് തക്ബീർ കിട്ടിയിടം മുതൽ എവിടെയോ പതറിപ്പോകുന്ന, എവിടെയോ ഓടിപ്പോകുന്ന അവസ്ഥയാണെങ്കിൽ
അത്തരം നിസ്കാരങ്ങളെ കൊണ്ട് ഫലമുണ്ടാകില്ല, അല്ലെങ്കിൽ പ്രതിഫലം കുറവായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, അവനിക്കൊരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, അത് പറയാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. ഇത് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാനാണ് എന്നോടുള്ള കൽപ്പന. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവൻ തന്നെ, ഞാൻ മുസ്ലിമാണ് എന്ന് റബ്ബിനോട് പറയുന്ന, വിശ്വാസമുറപ്പിച്ച് പറയുന്ന ശിർക്കിന്റെ മേഖലയിൽ നിന്ന് തീർത്തും താൻ മുക്തനാണെന്ന് റബ്ബിനോട് പ്രഖ്യാപിക്കുന്ന, എന്റെ ജീവിതം മുഴുവനും എന്റെ മരണം പോലും അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ വജ്ഹത്തു ഉദ്ഘാടന പ്രാർത്ഥന, പേര് തന്നെ അങ്ങനെ, ദുആഉൽ ഇഫ്തിതാഹ് അല്ലെങ്കിൽ ഇസ്തിഫ്താഹ്, നിസ്കാരം ഓപ്പൺ ചെയ്യുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. പലപ്പോഴും നിസ്കാരത്തിൽ നമുക്ക് ഭക്തി ലഭിക്കാതെ പോകുന്നത്, മനസ്സാന്നിധ്യം കിട്ടാതെ പോകുന്നത്, എന്താണ് നാം ചൊല്ലുന്നത് എന്നും എന്താണ് നാം പറയുന്നത് എന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാലങ്ങളായിട്ട് വജ്ഹത്ത് ഓതുന്നുണ്ട്. എല്ലാ നിസ്കാരം ആരംഭിക്കുമ്പോഴും ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതും മുമ്പ് വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. നമ്മൾ ഓതാറുമുണ്ട്. പക്ഷെ എന്താണ് ഈ വജ്ഹത്തിലൂടെ ഞാൻ പറയുന്ന കാര്യം? എന്താണ് റബ്ബിനോട് നൽകുന്ന വാക്കെന്താണ്? ഇത് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മറ്റു പല വിഷയങ്ങളിലേക്ക് നമ്മുടെ ചിന്ത മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ, ചില ഉലമാക്കൾ പരിശുദ്ധമായ ദിക്റുകളുടെയും പരിശുദ്ധ ഖുർആനിക സൂക്തങ്ങളുടെയും അർത്ഥം അറിഞ്ഞ് അത് മനസ്സിലാക്കി ചെല്ലണം, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത ലഭിക്കാതെ കമാലിയത്ത് കിട്ടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കാൻ കാരണം അതാണ്. ദിവസവും 17 തവണ നിർബന്ധമായും ഫർള് മാത്രം നിസ്കരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ തന്നെ 17 തവണ നമ്മൾ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഈ ഫാത്തിഹയിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നടത്തുന്ന പ്രാർത്ഥന എന്താണ്? ഉമ്മുൽ അദഇയ, ദുആകൾക്കുള്ള മാതാവ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുതലുള്ള പ്രാർത്ഥനയാണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഉമ്മുൽ കിതാബാണ്, ഖുർആന്റെ മാതാവാണല്ലോ ഫാത്തിഹ. ആ ഫാത്തിഹയുടെ പ്രാർത്ഥന ഉമ്മുൽ അദഇയ, ദുആകൾക്കുള്ള ഉമ്മയാണ്. ആ ദുആയിൽ റബ്ബിനോട് നാം പറയുന്ന വലിയ കാര്യം എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വലിയ അർത്ഥവിശാലതയുള്ള ഒരു ദുആയാണ്. കേവലം നമ്മൾ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് ഹിദായത്ത് തരണമല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, നേരായ വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് നേർമാർഗം വേണമല്ലാഹ്. നേരായ വഴിയിൽ നിന്നാണ് ഹിദായത്ത് കിട്ടുക. റബ്ബിനോട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നേരായ വഴി എന്നാൽ നീ അനുഗ്രഹം ചെയ്തവർക്കുള്ള മാർഗമാണ്. നീ ആരുടെ മേൽ അനുഗ്രഹം ചെയ്തുവോ അവരുടെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഞങ്ങൾക്ക് ഹിദായത്ത് തരണം അല്ലാഹ്. ആരാ റബ്ബ് അനുഗ്രഹം ചെയ്ത ആളുകൾ? ഉലൈകൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹം ചെയ്തവർ ഇവരാണ്. മിനൻ നബിയ്യീൻ, അമ്പിയാക്കന്മാരാണ്. വസ്സിദ്ദീഖീൻ, സത്യാത്മാക്കളാകുന്ന പരിശുദ്ധ സ്വഹാബത്താണ്. വശുഹദാ, ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇസ്ലാമിന് വേണ്ടി സമർപ്പിതരാകണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ, ഒന്നും ആലോചിക്കാതെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് എടുത്തു ചാടിയ, സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കുടുംബം കൊണ്ടും എടുത്തു ചാടിയ ആളുകൾ, റബ്ബിന് വേണ്ടി വീരമത്തി വരിക്കാൻ തയ്യാറായ ആളുകൾ, അവരാണ് ശുഹദാക്കൾ. അവരുടെയും മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. വസ്സാലിഹീൻ, സച്ചരിതരായ സ്വാലിഹീങ്ങളായി ജീവിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരുടെയും വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. അവരാ റബ്ബ് അനുഗ്രഹം ചെയ്തു കൊടുത്ത ആളുകൾ. ആ അനുഗ്രഹം ചെയ്തവർക്കുള്ള വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് ഹിദായത്ത് വേണമെന്നാണ് ഓരോ ദിവസവും നാം റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന.
ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അമ്പിയാക്കൾ ജീവിച്ചതുപോലെ, സുദ്ദീഖീങ്ങൾ ജീവിച്ചതുപോലെ, ശുഹദാക്കൾ ജീവിച്ചതുപോലെ, സ്വാലിഹീങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് വേണം അല്ലാഹ്. അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ മുൻകാലക്കാരായ ഔലിയാക്കന്മാർ, സലഫു സ്വാലിഹീങ്ങൾ അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ഭാഗ്യത്തിന് വേണ്ടിയാണ് റബ്ബിനോട് ദിവസവും നാം നടത്തുന്ന പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ ജീവിതം. ഞാൻ പടച്ചവനെ അത്യാവശ്യം അറബി പഠിച്ച ആളാണ്, ഞാൻ വായിക്കുന്ന പുസ്തകത്താളുകളിൽ നിന്ന് എനിക്ക് ഹിദായത്ത് വേണം എന്നല്ല പ്രാർത്ഥന. മുൻകാലക്കാർ ജീവിച്ച വഴിയിൽ നിന്ന്, ആ വഴിയിലൂടെ മുന്നോട്ട് പോയാലേ നാം സ്വർഗത്തിലേക്കുള്ള വഴി സിറാത്തുൽ മുസ്തഖീം പ്രാപിക്കുന്നവരാകുകയുള്ളൂ. അപ്പോ നമ്മുടെ മുൻകാലക്കാരായി നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകൾ ആരൊക്കെയോ അവരൊക്കെ ജീവിച്ച സൽ വഴിയാണ്, സൽ പന്ഥാവാണ് സിറാത്തുൽ മുസ്തഖീമെങ്കിൽ അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ഭാഗ്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഓരോ ദിവസവും നിർബന്ധമായും 17 തവണയെങ്കിലും റബ്ബിന്റെ മുമ്പിൽ നടത്തുന്ന ഈ പ്രാർത്ഥന എന്ന് നമ്മൾ ചിന്തിക്കണം. പടച്ചവൻ അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതാണ് ഫാത്തിഹയിലെ, ഇതാണ് ദുആകൾക്കുള്ള അനവധി പ്രാർത്ഥനകൾ പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ പ്രാർത്ഥനകളിൽ ആ പ്രാർത്ഥനകൾക്കുള്ള മാതാവാണ് എന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞിരിക്കുന്ന ദുആയാണ് ഫാത്തിഹയിലെ ഈ ദുആ. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നിട്ട് നമ്മൾ ഇത് ഓതുമ്പോഴും പടച്ചവനെ ഞങ്ങൾക്ക് ഹിദായത്ത് വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സും ചിന്തയും വേറെ എവിടെയോ ആണ്. എങ്ങനെ അല്ലാഹു തആല ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് അവന്റെ മുമ്പിൽ നിന്ന് അവനോട് പറയും പോലെ പറയാ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് റബ്ബിനോട് പറയുന്നുവെങ്കിലും റബ്ബേ നീ എന്ന് പറയുമ്പോഴും മനസ്സ് വേറെ എവിടെയോ. ഒരാളെ നമ്മുടെ മുമ്പിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ മുഖത്ത് നോക്കാതെ മുഖം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് അയാളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇന്ന സഹായം വേണമെന്ന് പറഞ്ഞാൽ എന്താ പറയാ? നമ്മൾ പറയും, എന്താ ചങ്ങാതിയുടെ സ്വഭാവം, ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ലല്ലോ അല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പടച്ചവനെ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പോലും ചിന്തയിൽ പോലും അള്ളാഹുവില്ലാത്ത നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് എന്തു ഫലമാ, എന്തു നേട്ടമാ? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അറഫ്തു മൻ അലാ യമീനി വലാ മൻ അലാ ശിമാലി ഫി സ്വലാത്തി മുൻദു 40 സന. 40 കൊല്ലമായിട്ട് എന്റെ വലത്തെ ഭാഗത്ത് ആരാണ്, എന്റെ ഇടത്തെ ഭാഗത്ത് ആരാണ് എന്ന് എനിക്കറിയാമായിരുന്നില്ല. നിസ്കരിക്കാൻ നിന്നാൽ എന്റെ വലത്താരാണ്, എന്റെ ഇടത്താരാണ് എന്ന് 40 കൊല്ലമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മാ അറഫ്തു മൻ അലാ യമീനി വലാ മൻ അലാ ശിമാലി ഫി സ്വലാത്തി മുൻദു 40 സന. മഹാൻ പറയുന്നു, എന്തുകൊണ്ട്? മുൻദു സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറയുന്നതായിട്ട്, അൽ ഖുശൂ ഫി സ്വലാത്തി അല്ലാ യഅരിഫൽ മുസല്ലി മൻ അലാ യമീനിഹി വശിമാലിഹി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞു എന്ന് ഖുശൂ നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിലെ ഖുശൂ എന്ന് പറഞ്ഞാൽ അല്ലാ യഅരിഫ, അവൻ അറിയാതിരിക്കലാണ്, നിസ്കരിക്കുന്നവൻ അറിയാതിരിക്കലാണ്, മൻ അൻ യമീനിഹി വശിമാലിഹി, എന്റെ വലത്ത് ആരാണ്, എന്റെ ഇടത്ത് ആരാണ് എന്ന് അറിയാതിരിക്കലാണ് നിസ്കാരത്തിലെ ഖുശൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നതായി ഞാൻ കേട്ട നാള് തൊട്ട് പിന്നെ എന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ആരാണ് ഉള്ളത് എന്ന് ഞാൻ അറിയാറില്ല എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല. അവർക്ക് എങ്ങനെയായിരുന്നു? നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൗതിക ലോകവുമായി ദുനിയാവുമായിട്ട് ഒരു ചിന്തയും ഒരു ആലോചനയില്ല, ഒന്നും അവർ അറിയുന്നില്ല. സയ്യിദുനാ
അലി ഇബ്നു അബീ ത്വാലിബ്. മഹാനവർകൾ ഒരു പ്രാവശ്യം യുദ്ധത്തിലേക്ക് പോയപ്പോൾ ആ യുദ്ധത്തിൽ മഹാനവർക്കുള്ള കാലിൽ ഒരു അമ്പ് തറച്ചു കയറുകയാണ്. അമ്പ് തറച്ചു കയറി, പിന്നിലൂടെ വന്ന അമ്പ് തറച്ചിട്ട് മാംസങ്ങൾക്കിലൂടെ ഇടയിലൂടെ തുളച്ചു കയറി കാലിന്റെ മുൻഭാഗത്ത് കൂടെ അതിന്റെ തലഭാഗം കാണുകയാണ്. പച്ച മാംസങ്ങൾക്കിടയിൽ കൊളുത്തിയിട്ട് വല്ലാത്ത വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. സ്വഹാബികൾ പലരും അത് ഊരാൻ ശ്രമിച്ചു, പക്ഷേ അലി സമ്മതിക്കുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല വേദന. മഹാനവറുകൾ പറഞ്ഞു, അത്രേ ഞാനൊന്ന് നിസ്കരിക്കാം, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ആ അമ്പ് ഊരിയാലും ഞാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് നിസ്കരിക്കാൻ തക്ബീർ കിട്ടുകയാണ്. നിസ്കാരത്തിൽ പ്രവേശിച്ച് നിസ്കാരത്തിൽ മുഴുകിയ പാടെ സ്വഹാബികൾ വന്ന് പച്ചമാംസങ്ങൾക്കിടയിൽ കൊളുത്തി വലിച്ച് വിഷമിച്ച് കിടക്കുന്ന അമ്പ് വലിച്ചൂരുകയാണ്. അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവർകൾ ആ വേദനയുള്ള ഭാഗത്ത് തപ്പി നോക്കുമ്പോൾ അവിടെ അമ്പ് കാണുന്നില്ല. സ്വഹാബികൾ ഉരിയതാണ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെയായിരുന്നു അവർക്കുള്ള ഖുശൂഅ്. നമ്മളോ നിസ്കാരം തുടങ്ങിയാൽ പിന്നെ എന്തൊക്കെ എവിടേക്കാ ചിന്ത പോണത്? എന്ത് മറന്ന കാര്യം ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ ഒരു പണി നിസ്കരിക്കലാ. സയ്യിദുന അബൂ ഹനീഫത്തുൻ നുഅ്മാനി റഹിമഹുല്ലാഹ്, ഹനഫി മദ്ഹബിന്റെ ഇമാം, മഹാനവറുകൾ ജീവിച്ചിരുന്നപ്പോ ഒരു സഹോദരൻ വന്നുകൊണ്ട് പരാതി പറയുകയാണ്, അബൂ ഹനീഫ തങ്ങളെ, എന്റെ ഒരു പൈസ ഞാൻ എവിടെയോ കുഴിച്ചു മൂടിയിട്ടുണ്ട്, എവിടെയാണ് എന്ന് എനിക്ക് സ്ഥലം ഓർമ്മയില്ല. അന്ന് ഇന്നത്തെ പോലെ ലോക്കറൊന്നുമില്ലല്ലോ, എവിടെങ്കിലും കുഴിച്ചു മൂടല, എവിടെങ്കിലും മണ്ണിനടിയിൽ കുഴിച്ചു മൂടി വെക്കലാണ്. ചിലപ്പം ബാപ്പമാർ ഉപ്പമാർ മക്കൾക്കുള്ള സമ്പത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കുഴിച്ചു മൂടി വെക്കും. ബാപ്പ പറയും, മരണസമയമാകും വസിയത്തായിട്ട് പറയും, മോനെ നമ്മുടെ ഇന്നാറിന്റെ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് അസ്റിന്റെ സമയം ആകുന്ന സമയത്ത് എവിടെയാണോ നിഴലുണ്ടാവുക ആ സ്ഥാനത്ത് ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്, നിനക്ക് വേണ്ട സമ്പത്ത് അവിടെ നിന്ന് നീ കുഴിച്ചെടുത്തോ. അസ്ർ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ നിഴൽ എവിടെ ഉണ്ടാകുമോ അവിടെ ഉണ്ടാകും, അവിടെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തോ എന്ന രീതിയിലാണ് പഴയകാലത്ത് ആളുകളൊക്കെ വസിയത്ത് പറയാ. അന്ന് ലോക്കറും ബാങ്കും സൗകര്യമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ നിലയ്ക്ക് എവിടെയോ അദ്ദേഹം കുഴിച്ചു മൂടി, എവിടെയാണ് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. ആ സമയത്താണ് തന്റെ സുഹൃത്തുമായിട്ട് കാര്യം സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ചോദിക്കാൻ പറ്റിയ ഒരാളുണ്ട്, അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, വലിയ മഹാനാണ്. എന്റെ ഒരു വിഷയം ഉണ്ടായപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നല്ല മറുപടിയാണ് അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ളത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ദിവസം എന്റെ ഭാര്യ വീട്ടിന്റെ ചവിട്ടുപടി കയറി പോകുമ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, അൻതി താലിഖുൻ ഇൻ സഅഇതി വ ഇൻ നസൽതി. പ്രിയപ്പെട്ടവളെ, നീ ഒരു പടി അങ്ങോട്ട് കയറിയാലും തന്നെ ഞാൻ തലാക്ക് എല്ലിയിട്ടുണ്ട്, ഒരു പടി ഇങ്ങോട്ട് ഇറങ്ങിയാലും ഞാൻ തലാക്ക് എല്ലിയിട്ടുണ്ട്. എന്തോ കളിച്ച് തമാശ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയതാണ്. അൻതി താലിഖുൻ ഇൻ സഅഇതി വ ഇൻ നസൽതി. നീ കയറിയാലും തലാക്ക് തന്നെയാണ്, താഴോട്ട് ഇറങ്ങിയാലും നീ തലാക്ക് തന്നെയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു. ആ സമയത്ത് സഹോദരി പറഞ്ഞു, ഇവിടെ നിന്ന് മേലോട്ടോ താഴോട്ടോ ഞാൻ സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള തലാക്ക് മുറിയാനുള്ള വാക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തമാശകൾ പറഞ്ഞാൽ പോലും തലാക്ക് സംഭവിക്കുമല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം തേടണം. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുണ്ട്, അദ്ദേഹത്തോട് പോയി ചോദിക്കും. അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ അടുക്കലേക്ക് ഭാര്യ പറഞ്ഞു വിടുകയാണ് ഭർത്താവിനെ. അദ്ദേഹം അബൂ ഹനീഫ തങ്ങൾ ഇമാമിനെ കണ്ടുപിടിച്ചു, അദ്ദേഹത്തോട് വിഷയം പറഞ്ഞു. ഞാനും ഭാര്യയും എന്തൊക്കെയോ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങ് പറഞ്ഞു പോയി, അൻതി താലിഖുൻ ഇൻ സഅഇതി വ ഇൻ നസൽതി. അവള് ചവിട്ടുപടി കയറിയായിരുന്നു, നീ കയറിയാലും തലാക്ക് തന്നെയാണ്, ഇറങ്ങിയാലും തലാക്ക് തന്നെയാണ്. എന്താണ് ഒരു വഴി? എന്താണ് ഒരു പോംവഴി? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, കൂഫയിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ അഹ്ലുർ റഅയിൽപ്പെട്ട അഭിപ്രായം പറയാൻ കഴിയുന്ന നല്ല പോലെ വലിയ സൂക്ഷ്മതയുള്ള മഹാനാണ് അബൂ ഹനീഫ തങ്ങൾ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. എന്താ? നീ പറഞ്ഞ വാക്കെന്താ? ഒരു പടി കയറിയാലും ഒരു പടി ഇറങ്ങിയാലും
കയറിയാലും ഇറങ്ങിയാലും തലാക്കാണെന്നല്ലേ? ഒരു വഴിയുണ്ട്. എന്തേ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കുഫി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ സ്പോഞ്ച് പോലെയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഒപ്പിക്ക്. കയറിയാലും ഇറങ്ങിയാലല്ലേ കുഴപ്പമുള്ളൂ. എന്നിട്ട് അവളോട് മെല്ലെ ഉരുളാൻ വേണ്ടി പറ. കയറിയാലും ഇറങ്ങിയാലല്ലേ തലാക്കാവുള്ളൂ, ഒന്ന് ഉരുളാൻ വേണ്ടി പറ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കുഫി റഹിമഹുല്ലാഹ് ആ സഹോദരന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിന്റെ സംശയത്തിനും പറ്റിയ ആളാണ് അബൂ ഹനീഫ, പോയി ചോദിക്കുകയും. ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന മഹാനാണ് അബൂ ഹനീഫ തങ്ങൾ. എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ടാകും. ഒരിക്കലൊരു സഹോദരി വന്ന് അബൂ ഹനീഫ തങ്ങളോട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ദീനുൽ ഇസ്ലാമിൽ ഒരു ആണിന് 4 പെണ്ണ് കെട്ടാമല്ലോ? ആ കെട്ടാം, അനുവദനീയമാണ്. ആണിന് 4 കെട്ടാം, പെണ്ണാകുന്ന ഞങ്ങൾക്കോ ഒരൊറ്റ ഭർത്താവേ പറ്റുള്ളൂ, ബഹുഭർത്തൃത്വം പറ്റില്ല. ആണുങ്ങൾക്ക് എത്രയാവാം? 4 വരെ ആവാം. ഇതെന്താണ് ഒരു ചിറ്റമ്മ നയം? എന്താ ആണുങ്ങൾക്ക് എങ്ങനെ, ഞങ്ങൾക്ക് ഇങ്ങനെ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളോട് സംശയം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിനക്ക് അല്പം ആട്ടും പാല് കിട്ടുമോ? അതുമാണ് ഒപ്പിക്കാം. അല്പം പശുവിന്റെ പാല് കിട്ടുമോ? അതുമാണ് ഒപ്പിക്കാം. പിന്നെ കുറച്ച് ഒട്ടകപ്പാല്, അത് 3 കൊണ്ടുപോകാന്ന് പറഞ്ഞു. 3 പാത്രത്തിലായിട്ട് അബൂ ഹനീഫ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു ഗ്ലാസ് എടുത്തിട്ട് ആട്ടും പാലും പശുവിന്റെ പാലും ഒട്ടകപ്പാലും 3 ഒഴിച്ചിട്ട് 3 മിക്സ് ആക്കിയിട്ട് പറഞ്ഞു, ഇനി ഇതിൽ നിന്ന് ആട്ടിൻ പാല് വേറെ, പശുവിൻ പാല് വേറെ, ഒട്ടകപ്പാല് വേറെ വേർതിരിക്കുന്നു. എല്ലാം മിക്സായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അത് എല്ലാം മിക്സായി പോയില്ലേ, പിന്നെ എങ്ങനെ തിരിച്ചറിയാം? ഇതുപോലെയാണ് ഒരു പെണ്ണിന് അധികം ഭർത്താക്കന്മാരുണ്ടാകുന്ന അവസ്ഥ എന്ന് അബൂ ഹനീഫത്തുൽ കുഫി റഹിമഹുല്ലാഹ്. 4 ഭർത്താക്കന്മാർ 2 ഭർത്താക്കന്മാർ ഒരുത്തിക്കുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥ? കുട്ടിക്ക് വാപ്പുണ്ടാവില്ല. ഓൻ പറയും നിന്റേതാണ്, ഓൻ പറയും നിന്റേതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പഴിചാരലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്തരമൊരു നിയമം ഉണ്ടാക്കിയത് എന്ന് അബൂ ഹനീഫത്തുൽ കുഫി റഹിമഹുല്ലാഹ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള മഹാനുണ്ട്, അദ്ദേഹത്തോട് പോയി ചോദിക്കണമെന്നാണ് ഈ സഹോദരൻ ഉപദേശിച്ചത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കുഫി തങ്ങളുടെ അടുക്കലേക്ക് ഇദ്ദേഹം വരികയാണ്. ഓടി വന്നു ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. എനിക്ക് അല്പം പൈസ ഉണ്ടായിരുന്നു, ഞാൻ എവിടെയോ കുടിച്ചു മൂടിയിട്ടുണ്ട്. ആ സ്ഥലം എവിടെയാണ് എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഫുഖഹാക്കൾക്ക് ഈ വിഷയത്തിൽ എന്ത് പറയാനാണ്? ഫിഖഹിന്റെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവർ മസലയല്ലേ പറയുള്ളൂ. അല്ല, ഇതുപോലെ തങ്ങന്മാർ ഉസ്താമാരെയും പോയി കാണേണ്ടി വരും, ഇവിടെ കുഴിച്ചിട്ടെന്ന് അറിയാൻ വേണ്ടി. അദ്ദേഹം ഫുഖഹാക്ക് ഈ വിഷയത്തിലൊന്നും പറയാനില്ല. എന്നാലും മഹാനവർ പറഞ്ഞു, നിനക്ക് നിസ്കരിക്കാൻ അറിയോ? ആ നിസ്കാരಕ್ಕೆ അറിയുന്നറിയും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സ്വല്ലി 4 റക്അത്തിൻ ഫീ ജൗഫിൽ ലൈൽ. എന്നാൽ ഇന്ന് പാതിരാത്രി 4 റക്അത്ത് നീ നിസ്കരിക്കണം. എങ്കിൽ നിനക്ക് എവിടെയാണ് നീ മറന്നു വെച്ചിരിക്കുന്ന കുഴിച്ചു മൂടിയ സ്ഥലം എവിടെയാണ് എന്ന് നിനക്ക് ഓർമ്മ വരും. അദ്ദേഹം പോയി. രാത്രി പാതിരാത്രി പൈസ കിട്ടാനല്ലേ, ആർക്കും ഭക്തി ഉണ്ടാവല്ലോ. രാത്രി എഴുന്നേറ്റു, അദ്ദേഹം നിസ്കാരം തുടങ്ങി. അല്ലാഹു അക്ബർ. ആദ്യമായിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ഇങ്ങനെ നിസ്കാരം, അല്ലാഹു അക്ബർ, തക്ബീർ കെട്ടി, ഫാത്തിഹ ഓതി തീർന്നതോടുകൂടെ സ്ഥലം ഓർമ്മ വന്നു. ഇദ്ദേഹം കൈയളക്കി ഒരൊറ്റ ഓട്ടം, വേഗം പോയിട്ട് ആ സ്ഥലം മാന്തി നോക്കി, പൈസ കിട്ടി. പിറ്റേന്ന് രാവിലെ അബൂ ഹനീഫത്തുൽ കുഫി തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഇമാമേ, ഇതാ കിട്ടിയിട്ടുണ്ട്, എനിക്ക് സ്ഥലം ഓർമ്മ വന്നു. ചോദിച്ചു, നിസ്കരിച്ചോ? ഞാൻ നിസ്കാരം തുടങ്ങി, 4 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ആരംഭിച്ചു. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി തീരുമ്പോഴേക്ക് തന്നെ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കൈയളക്കി പോന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കുഫി തങ്ങൾ ചോദിച്ചു, എടാ, നിനക്ക് ആ നിസ്കാരം ഒന്ന് പൂർത്തീകരിച്ചുകൂടായിരുന്നോ? എനിക്കറിയാം പിശാച് നിന്നെ കൊണ്ട് ആ നിസ്കാരം പൂർത്തീകരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അബൂ ഹനീഫ കുഫി തങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാലും ഒരു നന്ദി എന്ന രീതിയിൽ ഇന്ന് രാത്രിയെങ്കിലും നീ 4 റക്അത്ത് നിസ്കരിച്ചോ എന്ന് അബൂ ഹനീഫത്തുൽ കുഫി റഹിമഹുല്ലാഹ് ആ സഹോദരനോട് പറയുകയുണ്ടായി. അപ്പം മറന്നു വെച്ചാൽ ഏത് കാര്യവും, ആർക്കാണ് പൈസ കൊടുത്തത്? 500 രൂപയുടെ ഷോട്ട് കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം എല്ലാ കണക്കും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് തക്ബീർ കെട്ടിയാൽ അങ്ങനെ ചെയ്യണമെന്നല്ല, ഇബ്ലീസ് കൊണ്ടുവരും. അതുകൊണ്ട് ഇബ്ലീസ്, ശൈത്താൻ ഇടപെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിസ്കാരം എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. വല്ലാതെ, കാരണം
ആ നിസ്കാരത്തിലാണല്ലോ സുജൂദുള്ളത്. ആ ഒരു സുജൂദ് ചെയ്യാത്ത പേരിലല്ലേ ഇബ്ലീസിനെ എന്നേക്കുമായി റബ്ബ് തആല ളാല്ലും മുദല്ലുമാക്കിയത്. ഒരു സാഷ്ടാംഗം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ ഉസ്ജുദൂ ലി ആദം, ആദമിന്റെ മുമ്പിൽ എല്ലാവരും സാഷ്ടാംഗത്തിൽ വീഴണമെന്ന് റബ്ബ് തആല പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാത്ത ഇബ്ലീസുൽ ലഈനിനെ അല്ലാഹു തആല എന്നേക്കുമായി ളാല്ലും മുദല്ലുമായി പ്രഖ്യാപിച്ചെങ്കിൽ ആ സുജൂദടങ്ങുന്ന ആ സാഷ്ടാംഗമടങ്ങുന്ന നിസ്കാരം ഇബ്ലീസിന് ഏറെ വെറുപ്പാണ്, പിശാചിന് ഏറെ വെറുപ്പാണ്. അതുകൊണ്ട് പിശാച് ആ നിസ്കാരത്തിൽ ഇടപെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നിസ്കാരത്തിലെ ഭക്തി അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തിയോടെ നിസ്കരിക്കണം, ഖുശൂഓടെ നിസ്കരിക്കണം. ആ ഭക്തി ഉണ്ടാവാൻ വലിയ മാർഗം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിച്ചെന്തിനാ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാ നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ടും നിസ്കാരം തടയുമെന്ന്, നിസ്കാരം ഒരു അടിമയെ വിലങ്ങി വെക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഖുർആനിക അധ്യാപനം പഠിപ്പിക്കുകയാണ്. നിസ്കാരം എല്ലാ നീചവൃത്തികളെ തൊട്ടും എല്ലാ തോന്നിവാസങ്ങളെ തൊട്ടും ഒരു അടിമയെ തടയും. റസൂലുള്ള പറയുകയാണ്, എന്നിട്ട് മല്ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആരുടെയെങ്കിലും നിസ്കാരം തിന്മകൾ ചെയ്യാതിരിക്കാൻ, വേണ്ടാത്തരങ്ങൾ ചെയ്യാതിരിക്കാൻ ആ നിസ്കാരം അവനക്ക് കരുത്തേകുന്നില്ല എങ്കിൽ, പിന്നെയും തെമ്മാടിത്തരങ്ങൾ ചെയ്യുകയാണ്, കുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അല്ലാഹുവിൽ നിന്ന് അവൻ അകന്നേ പോവുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ അകന്നേ പോവുകയാണ്, അവൻ റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് ഏറെ വിദൂരത്താണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നിസ്കരിക്കുന്ന മുസ്ലിം തന്നെയാണ് എല്ലാ തോന്നിവാസങ്ങളുടെയും മുൻപന്തിയിൽ. നിസ്കാരം അവനെ തടയുന്നില്ല. അവനാണ് പലിശക്ക് കൊടുക്കുന്നത്, അവനാണ് പലരെയും പറ്റിച്ചു പൈസ ഉണ്ടാക്കുന്നത്, അവനാണ് അറബി യത്തീമാക്കുന്നത്, അവനാണ് പല നിലക്കുള്ള വേണ്ടാത്തരങ്ങളും ചെയ്ത് വ്യഭിചാരത്തിന്റെയും കൊലപാതകത്തിന്റെയും പേരിൽ പിടിക്കപ്പെടുന്നത്. അല്ലേ? ജിഷാവധ കേസിന്റെ പ്രതിയെ പിടിക്കപ്പെട്ടപ്പോ എന്താ പേര്? അമീറുൽ ഇസ്ലാം. എന്താ പേര് ഉഷാർ! അമീറുൽ മുഅ്മിനീൻ ഖുലഫാക്കളെ വിളിക്കലുണ്ട്. ഇത് അമീറുൽ ഇസ്ലാമാണ്, മുഅ്മിനീങ്ങളുടെ മാത്രമല്ല മൊത്തം ഇസ്ലാമിന്റെ അമീറാണ്. ലബലേശം പോലും ഇസ്ലാമിക സംസ്കാരം തൊട്ടു തീണ്ടാത്ത ആളുകൾ. കേരള സ്റ്റേറ്റ് കഴിഞ്ഞ് പുറത്തു പോയാൽ ഉള്ള അവസ്ഥ തന്നെ. പലപ്പോഴും കേരളത്തോട് ആസ്പാസായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഇടങ്ങളിൽ ആ കേരളത്തിന്റെ ചൂരും മണവും ബാക്കിയുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയാൽ ഇസ്ലാമിക സംസ്കാരത്തോട് ലബലേശം പോലില്ലാത്തവരാണ്. അല്ലേ? തന്റെ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരയുടെ ശരീരം കുത്തിക്കീറുമ്പോ, ജനനേന്ദ്രിയത്തിൽ കുത്തിക്കീറുമ്പോ വെള്ളം ചോദിച്ചപ്പോ അവൻ ഒഴിച്ചു കൊടുത്തത് മദ്യമാണ്. ആലോചിച്ചു നോക്ക്. എന്താ പേര്? അമീറുൽ ഇസ്ലാം. വലിയ പേരായിരിക്കും. ഉത്തരേന്ത്യക്കാരൊക്കെ പേര് കേട്ടാൽ ഇവരെന്നെയാണോ ഇസ്ലാം എന്ന് തോന്നിപ്പോകും. അവരുടെ ജുബ്ബയുടെ നീളവും വലിപ്പവും കണ്ടാൽ ഇവരാണ് ഏറ്റവും വലിയ ഭക്തരെന്ന് തോന്നിപ്പോകും. ഫാത്തിഹ ഓതാൻ കഴിയാത്തവർ, ഹജ്ജിന് വേണ്ടി ടിക്കറ്റ് കിട്ടിയാൽ നറുക്ക് വീണാൽ നിസ്കാരം പഠിക്കുന്ന ആളുകളാണ്. അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു. അള്ളാഹു തആല ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും ഈ വെളിച്ചമെത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നവിടങ്ങളിലൊക്കെ ഇസ്ലാമിക സ്ഥാപനങ്ങളും അറബിക് കോളേജുകളും ഉണ്ടാക്കിയിട്ട് നമ്മുടെ കേരളീയ സമുദായത്തിന്റെ ഈ സംസ്കാരം എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ നേതാക്കന്മാർ. അള്ളാഹുത്തിൽ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമാറാകട്ടെ. ഒന്നും അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ, അല്ലെങ്കിലും ആശങ്കാജനകമായ രീതിയിലാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും പിടിക്കപ്പെടാൻ കഴിയാത്ത വിധം, ഒരു അഡ്രസ്സും ഒരു പ്രൂഫും ഇല്ലാത്ത വിധം അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ഇവിടെ കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അവർക്ക് യാതൊരു പ്രതിപത്തിയും ഈ സംസ്ഥാനത്തോടില്ല, ആരോടുമില്ല. അധ്വാനിക്കണം, ജീവിക്കണം, പൈസ ഉണ്ടാക്കണം എന്നതിലുപരിയായി ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന അംശം പോലും തൊട്ടുതീണ്ടാത്ത ആളുകൾ, നമ്മുടെ ഭരിക്കുന്ന ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഖാമ ഉണ്ടാകും, നമുക്കൊരിക്കലും മുങ്ങാൻ പറ്റൂല, എവിടെയാലും പിടിക്കും. അല്ലേ? ഇവിടെ കടന്നു വരുന്ന തൊഴിലാളികൾ ആരാണ്, എവിടെ താമസിക്കുന്നവരാണ്, എന്താണ് അഡ്രസ്സ്,
കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ മേനോനെന്നറിയാം, മേനോനാണ് എന്ന് പേരറിയാം. ഊനമ്മാവാണ് ഊരെന്നറിയാം, മേനോനെന്നേ പേരറിയൂ. ഊനമ്മാവ് എന്ന് പറഞ്ഞ സ്ഥലം ബംഗാളാണെന്ന് കേട്ടിട്ടുണ്ട്. ഏത് ബംഗാൾ? എവിടെ ബംഗാള്? മേനോൻ എന്നാണ് പേര്, അല്ലെങ്കിൽ അമീർ എന്നാണ് പേര്, മുഹമ്മദ് എന്നാണ് പേര്. ഒരു അഡ്രസ് ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് നിസ്കരിക്കുന്ന മുസ്ലിം അവന്റെ നിസ്കാരം ഇത്തരം നീചവൃത്തികളെ തൊട്ട് തടയുന്നില്ല എങ്കിൽ ലം യസ്ജദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അവൻ റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നേ പോവുകയാണ്, ദൂരത്തായി പോവുകയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ഭക്തിപൂർണ്ണമാവാത്തുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പഠിപ്പിച്ചത് വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടണം. ഏതൊരു കാര്യത്തിലേക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സഹായം, ഒരു വലിയ സപ്പോർട്ടാണ് നിസ്കാരം. പക്ഷേ നല്ല കാര്യങ്ങളിലേക്ക് അടുപ്പിക്കാതെ, തിന്മയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിൽക്കാൻ അനുവദിക്കാതെ വേണ്ടാത്ത വർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ നിസ്കാരമാവാത്ത കൊണ്ടാണ്. നിസ്കാരത്തിന്റെ ആത്മാവാകുന്ന ഈ ഹുളൂറുൽ ഖൽബ്, മനസ്സാന്നിധ്യം നമുക്ക് കിട്ടാതെ പോകുന്നത് കൊണ്ടാണ്. റക്അതാനി മിൻ സാഹിദിൻ അഫ്ളലു മിൻ അൽഫി റക്അ മിൻ റാഗിബിൻ ഫിദ് ദുനിയ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൽ മാത്രം ചിന്തിക്കാൻ, റബ്ബുമായുള്ള മുനാജാത്തിലാണ് ഞാൻ എന്ന് മനസ്സിലാക്കി ആ ചിന്തയിൽ മാത്രം മുഴുകാൻ നമ്മെ കൊണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ദുനിയാവിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ദുനിയാവിനോട് പരിത്യാഗം നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടി വരും. ദുനിയാവിനെ തിരിച്ച് അള്ളാഹുവിൽ ലയിക്കാൻ കഴിയുമ്പോഴാണ് മനസ്സാന്നിധ്യം കൂടിക്കൂടി വരിക. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിന്റെ കാര്യങ്ങളും ദുനിയാവിന്റെ സ്ഥാനമാനങ്ങളും ഇവിടെയുള്ള സമ്പത്തും ഇവിടെയുള്ള വിഷയങ്ങളുമായി അള്ളിപ്പിടിച്ചു കൂടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക, നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തനീയമല്ല, നടക്കാത്ത വിഷയമാണ്. അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, ഒരു പരിത്യാഗിയിൽ നിന്ന് ദുനിയാവിനെ തിരിച്ച് അള്ളാഹുവെ ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരമാണ് ഗുണകരമായത്. മിൻ അൽഫി റക്അത്തിൻ മിൻ സാഹിദിൻ ഫിദ് ദുനിയ. ദുനിയാവിനെ മോഹിച്ച് ദുനിയാവിൽ ആഗ്രഹം വെച്ച് ജീവിക്കുന്ന ഒരാളുടെ 1000 റക്അത്തുകളേക്കാൾ പുണ്യകരം സാഹിദായ ഒരു മനുഷ്യന്റെ 2 റക്അത്തിനാണ് എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ചിന്തകളൊന്നും കാര്യമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ടായി പോകില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ചിന്തകളെ ഒരേ വഴിയിൽ നിസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഒന്ന് കേന്ദ്രീകരിക്കാൻ പ്രധാനപ്പെട്ട വഴി ഗദ്ദുൽ ബസർ, കണ്ണിനെ നിയന്ത്രിക്കലാണ്. കണ്ണ് നിയന്ത്രിക്കലാണ്. ഹറാമില്ലെന്ന് വേണ്ടാത്തരങ്ങളിലേക്ക്, അള്ളാഹു അനുവദിക്കാത്ത വഴികളിലേക്ക് കണ്ണുകൊണ്ട് നോക്കാതിരിക്കലാണ്. ആ കണ്ണിന് നിയന്ത്രണം വെക്കലാണ് പ്രധാനപ്പെട്ട വഴി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസ് പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ മാർഗം നോട്ടത്തിലൂടെയാണ്. അന്നദറതു സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസ് ഒരു മനുഷ്യനെ അവന്റെ വടിയിലേക്കാക്കാൻ, ഇബ്ലീസിന്റെ വടിയിലേക്കാക്കാൻ ഏത് വിടുന്ന അസ്ത്രങ്ങളിൽ നിന്ന് ആദ്യത്തെ അസ്ത്രം നോട്ടമാണ്, കാണലാണ്. നോട്ടത്തോടു കൂടെയാണ് പിന്നെ എല്ലാം ആരംഭിക്കുക. എല്ലാ തെറ്റുകളുടെയും പ്രാരംഭം, അതിലെ പ്രഥമൻ നോട്ടമായിരിക്കും. മൻ തറകഹാ, ആരെങ്കിലും ആ നോട്ടം ഒഴിവാക്കിയാൽ മിൻ മഖാഫതി, എന്നെ പേടിച്ചിട്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക്, കാര്യത്തിലേക്ക് ഞാൻ നോക്കാൻ പാടില്ലല്ലോ, റബ്ബ് എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ആ നോട്ടം ഒഴിവാക്കിയാൽ അബ്ദൽതുഹു ഈമാന, അവനക്ക് ഞാൻ ഈമാൻ കൊടുക്കും, ഒരു വിശ്വാസം നൽകും. യജിദു ഹലാവതഹു, അതിന്റെ മാധുര്യം അവനക്കറിയാൻ പറ്റും. ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ആ ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുമെന്ന്, എന്തെന്നില്ലാത്ത മനസ്സാന്നിധ്യം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നോട്ടം നിയന്ത്രിച്ചാൽ തന്നെ
അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങളിലേക്ക് നോക്കുക. നമ്മൾ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ പിന്നെ ചിന്തയുണ്ടാവുക. ആ ചിന്തകൾക്കനുസരിച്ചാണ് പിന്നെ സ്വപ്നങ്ങളും അതുപോലെയുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവുക. അതുകൊണ്ട് നോട്ടം ഇബ്ലീസ് എഴുതപ്പെടുന്ന ആദ്യത്തെ അമ്പാണ്. ആ അമ്പ് നോട്ടത്തെ നാം നിയന്ത്രിച്ചാൽ, എന്നെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവെ പേടിച്ചുകൊണ്ട്, നാട്ടുകാരറിയുന്നില്ലായിരിക്കാം, കുടുംബക്കാരറിയുന്നില്ലായിരിക്കാം, അല്ലേ? നാട് വിട്ടാൽ നിറം മാറുന്ന പല ആളുകളുമുണ്ടല്ലോ. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ, ബോംബെ എത്തിക്കഴിഞ്ഞാൽ, ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ, നാട് വിട്ട് ജനങ്ങൾക്കും കുടുംബത്തിനു മുമ്പിലുള്ള കണ്ണിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്നെ അറിയുന്ന ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അറിയണേ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. വിചാരിക്കുന്നുവെങ്കിലും കുടുംബക്കാരറിയുന്നില്ലെങ്കിലും നീ വിചാരിക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയം വരില്ല എങ്കിലും അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ ചിന്തയോടുകൂടെ ജീവിക്കാൻ പറ്റണം. ഏതൊരവസരത്തിലും റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബ് എന്നെ അറിയുന്നു, റബ്ബ് എന്നെ മനസ്സിലാക്കുന്നു, അവന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും മറയുന്ന അവസ്ഥ എവിടെ ഞാൻ വിളിച്ചാലും അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു മറയാൻ എന്നെ കൊണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ്, അങ്ങനെ പടച്ചോനെ പേടിച്ച് കണ്ണ് നിയന്ത്രിക്കുമ്പോഴാണ് അബ്ദൽതുഹു ഈമാനാ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി. പിന്നെ നിസ്കരിച്ചാൽ, പിന്നെ നോമ്പെടുത്താൽ, പിന്നെ ഇബാദത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തെന്നില്ലാത്തൊരു രസമായിരിക്കും, എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു മനസ്സാന്നിധ്യം ഉണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ അവയവങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ചും കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാതിരിക്കുക, ഹറാമിലേക്ക് നോക്കാതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇത് തന്നെ. കുതിബ അലാ ബനി ആദം നസീബുഹു മിനസ് സിനാ, എല്ലാ അവയവങ്ങൾക്കും സിനായുടെ അംശമുണ്ട്. വ്യഭിചാരം എന്ന് പറയുന്നത് കേവലം മനുഷ്യന്റെ ജനനേന്ദ്രിയം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കുറ്റമല്ല, ശരീരം മുഴുവനുമാണ് ആ സിനയിൽ പങ്കെടുക്കുന്ന അവയവങ്ങൾ, ശരീരം മുഴുവനുമാണ്. ഫഹുവ മുദ്രികുൽ ലാ മഹാല, നിസ്സംശയം ആ സിനയുടെ അംശം അവൻ എത്തിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, അൽ ഐനാൻ, രണ്ട് കണ്ണുകൾ, സിനാഹുമൻ നളർ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. കണ്ണുകൊണ്ടുള്ള സിന എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക്, അല്ലെങ്കിൽ ഹറാമായ ഒരു പെണ്ണിലേക്ക്, അന്യ സ്ത്രീയിലേക്ക്, അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ ഔറത്ത് കാണുന്ന ഒരു സീനിലേക്ക് നമ്മൾ നോക്കുക, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുൽ ഇസ്ലാമിനെ കുറിച്ച് കേട്ടല്ലോ. എന്താ ഒഴിവുള്ള സമയത്തൊക്കെ പണി എന്തായിരുന്നു? തന്റെ മൊബൈലിലെ വൃത്തികെട്ട സീനുകൾ കണ്ടിരിക്കുന്ന സ്വഭാവമായിരുന്നു. ഈ വൃത്തികെട്ട സ്വഭാവമുള്ള ഈ സീനുകൾ കണ്ടിരിക്കുന്ന അവന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആ തിന്മ ചെയ്യാൻ വേണ്ടിയുള്ള ആലോചന ഉണ്ടാകും. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവിൽ പോയി എത്തി നോക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് പലപ്പോഴും തെറ്റുകൾ വരുന്നത്. അതുകൊണ്ട് ഇത്തരം അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ തീർത്തു നമ്മൾ നിയന്ത്രിക്കുക. അൽ ഐനാൻ സിനാഹുമൻ നളർ, രണ്ട് കണ്ണുകൾക്കുള്ള സിന നോട്ടമാണ്. വൽ ഉദുനാൻ സിനാഹുമൽ ഇസ്തിമാ, രണ്ട് ചെവികൾക്കുള്ള സിന കേട്ടുകൊടുക്കലാണ്, കേൾക്കലാണ്. മൊബൈലിൽ കണ്ടിട്ടൊന്നുമില്ല, ചാറ്റിംഗ് ആക്കി നോക്കിയതാണ്, അന്നും ഫോട്ടോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ കുറെ സംസാരിച്ച് ചാറ്റാക്കിയപ്പോ ഒരാഗ്രഹം, ഇനിയൊന്ന് കുറെ കേട്ടു നോക്കിയപ്പോൾ ഒരാഗ്രഹം, ഒന്ന് കാണാം, ഒന്ന് കണ്ടാൽ തിരക്കേടില്ല. അതാണ് ഒളിച്ചോട്ടവും അതിനപ്പുറമുള്ള കുറ്റകൃത്യങ്ങളായിട്ട് പിന്നെ മാറുന്നത്. വൽ ഉദുനാനി സിനാഹുമൽ ഇസ്തിമാ, ചെവികൾക്കുള്ള സിന വേണ്ടാത്തരം കേട്ടുകൊടുക്കലാണ്, അള്ളാഹു വിലക്കിയ സംസാരം കേൾക്കലാണ്, ഗീബത്ത് കേൾക്കലാണ്, നമീമത്ത് കേട്ടുകൊടുക്കലാണ്. ഒരാൾ ഗീബത്ത് പറയാണ്, മറ്റൊരാൾ കുറ്റങ്ങളും കുറവുകളും പറയുകയാണ്. അത് കേട്ടുകൊടുത്താൽ കേട്ടവനും ശിക്ഷയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഗീബത്ത് പറയുന്നവനെ മാത്രമല്ല കുറ്റം, അത് കേൾക്കുന്നവനും കുറ്റമുണ്ട്. അൽ ഖായിലു വൽ മുസ്തമിഉ ശരീകാന ഫിൽ ഇസ്മി, പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ പങ്കാളികളാണ്, അവർ ഷെയറാണ്.
ഒരാള് മറ്റൊരാളെ കുറിച്ചുള്ള കുറ്റം എന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്. ഞാൻ കേട്ടുകൊടുക്കുമ്പോഴേ വീണ്ടും വീണ്ടും പറയുകയുള്ളൂ. കുറ്റം പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു റമദാൻ മാസാണ്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ നോമ്പ് വെറുതെ പോകും, എന്നെ കൊണ്ടാവൂല, നീ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സമയം പോലും നിന്നോട് പറയാൻ അവൻ മടിക്കും. എന്തുകൊണ്ട്? നാളെ പറഞ്ഞ പോലെ പറയുമെന്ന് പേടിച്ചിട്ട്. ഇതിങ്ങനെ ചെവിച്ചു പിന്നെന്താ ബാക്കി പിന്നെ ഇങ്ങോട്ട് എന്താ സംഭവിച്ചത്, പിന്നെ അതിനപ്പുറം കേൾക്കാൻ പോവാണ്. അതെ, ചെവികൾക്കുള്ള സിന കേൾക്കലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വല്ലിസാനു സിനാഹുൽ കലാം, നാവിന്റെ സിന, നാവിന്റെ വ്യഭിചാരം സംസാരിക്കലാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത സംസാരം, ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, മറ്റുള്ളവരെ കുറിച്ച് പരിഹാസ വാക്കുകൾ പറയൽ, കുത്തുവാക്ക് പറയൽ, കളവ് പറയൽ, ഇതൊക്കെ നാവ് കൊണ്ടുള്ള നാവിന്റെ വ്യഭിചാരമാണ്. വല്യദു സിനാഹുൽ ബത്ഷ്, രണ്ട് കൈകൾക്കുള്ള വ്യഭിചാരം, വേണ്ടാത്തരം അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പിടിക്കലാണ്. ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട തെറ്റ്, കൈകൾക്കുള്ള തെറ്റ് ഒരുപക്ഷെ കൈകൊണ്ട് ഇങ്ങനെ കുത്തലായിരിക്കും അല്ലേ, എല്ലാം ടച്ച് മൊബൈലല്ലേ, അപ്പൊ അക്ഷരങ്ങൾ കുത്തി കൊടുക്കലെല്ലാം. അപ്പൊ കൈ വിരലുകൾക്കാണ് കൈകൾക്കുള്ള ഹറാം. അങ്ങനെയാണ് പടച്ചവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പിടിക്കാൻ വേണ്ടി ആ കൈകൾ ഉപയോഗിക്കലാണ്. രണ്ട് കാലുകൾക്കുള്ള വ്യഭിചാരം, വേണ്ടാത്തരങ്ങളിലേക്ക്, ഹറാമായ കാര്യങ്ങളിലേക്ക് നടന്നു പോകലാണ്, വെക്കുന്ന സ്റ്റെപ്പുകളാണ് ആ കാലുകൾക്കുള്ള വ്യഭിചാരം. ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോഴും ചെവി കൊണ്ട് കേൾക്കുമ്പോഴും അതുപോലെ കൈകൊണ്ട് പിടിക്കുമ്പോഴും കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോകുമ്പോഴും മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. പല ആഗ്രഹങ്ങളും ജനിക്കും, പല പ്രതീക്ഷകളും ഉണ്ടാകും. അങ്ങനെ ഹറാമായ ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആ ചിന്തയെ യാഥാർത്ഥ്യമാക്കാൻ, ആ ചിന്തയെ സത്യമാക്കാൻ ചിലപ്പോ ഗുഹ്യസ്ഥാനം കൊണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ചിലപ്പോ ചാൻസ് ഒത്തു വരൂല, അപ്പൊ കാര്യം നടക്കൂല. പക്ഷേ ഈ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്തതെല്ലാം ഹറാമാണ്, അവയവങ്ങൾക്കുള്ള സിനയാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രത്യേകിച്ചും കണ്ണുകളെ നമ്മൾ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നാം തിരിച്ചു കളയണം. സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ആരെയൊക്കെ കാണാം, ആരൊക്കെയാണ് മഹ്റമായ ആളുകൾ ഒന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൽ നിന്ന് ആരാണ് മഹ്റമാവുക, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്ന് ആരാണ് മഹ്റം കൃത്യമായി പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അവരല്ലാത്ത മറ്റൊരു പുരുഷന്റെ മുമ്പിൽ നിൽക്കുമ്പോ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും പൂർണ്ണമായും ഔറത്ത് മറക്കണമെന്ന്, ഒരു ഭാഗവും അവൾ ധരിക്കുന്ന ഒരു വള പോലും അല്ല, കൈവിരൽ അണിയുന്ന മോതിരം പോലും അന്യപുരുഷൻ കാണാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലണിയുന്ന വളയോ മോതിരമോ അന്യപുരുഷന് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ ആരെങ്കിലും സ്വർണം ധരിക്കോ? ഇത് നല്ല പർദ്ദ ഇട്ടാലും ആ പർദ്ദന്റെ മുകളിലാക്കിയിട്ടിട്ട് ആ സ്വർണം എന്ത് 10 പവനുണ്ട്, കാണട്ടെ നാലാള്, ആരും കാണുന്നില്ലെങ്കിൽ എന്താ ഇതിനെന്തോണ്ട കാര്യം എന്ന് ചിന്തിക്കുന്നവരാ. പെണ്ണ് ധരിക്കുന്ന സൗന്ദര്യവർദ്ധനവിന് വേണ്ടി അവൾ ധരിക്കുന്ന സ്വർണ്ണാഭരണം പോലും, കാലിലണിയുന്ന പാദസരം പോലും അന്യ പുരുഷന്മാർ കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, അവൾ നടന്നു അവരുടെ പാദസരം ശബ്ദിക്കാൻ പാടില്ല. അതും മനസ്സിൽ രോഗമുള്ളവന്, വികാരമുള്ളവന് ചില ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവതരമായിട്ടാണ് തെറ്റിന്റെ വഴികൾ അല്ലാഹു തആല അടക്കുന്നത്. അതുകൊണ്ട് നോട്ടത്തെ നിയന്ത്രിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. നമ്മളെ അങ്ങാടി പോയി കഴിഞ്ഞാൽ ആടുകൾ അങ്ങാടി വിട്ട പോലെയാണ്, 4 ഭാഗം നോക്കി ഒരാളെയും വിടൂല അല്ലെ. പ്രായം ചെന്ന ഒരു തൊണ്ടിയെപ്പോലും ഒഴിവാക്കൂല. അങ്ങനെ കഥ തന്നെ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ നൽകിയ അനുഗ്രഹങ്ങളിൽ, റബ്ബ് നമുക്ക് നൽകിയ ഭാര്യ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് കനാത്തോടു കൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ നോക്കാൻ തയ്യാറാവില്ല, മറ്റൊരു സ്ത്രീയെ നോക്കാൻ തയ്യാറാവില്ല. അല്ലെങ്കിൽ നമ്മൾ അയൽപക്കത്തേക്ക് നോക്കുമ്പോൾ അയൽപക്കത്തെ പെണ്ണിന് പ്രത്യേക ഒരു സൗന്ദര്യം കാണുന്ന. അതുകൊണ്ട് ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, നിനക്ക് നിന്റെ ഭാര്യയുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റണോ, അയൽപക്കത്തെ വീട്ടിൽ പോയി നീ ജനലിലൂടെ നോക്കിക്കോ എന്ന് പറയാറുണ്ട്. അപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അക്കരപ്പച്ച എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെയാണ് നല്ലത്, അവിടെ നിൽക്കുമ്പോൾ തോന്നും ഇവിടെയാണ് നല്ലത്. തന്റെ ഭാര്യ ഏറ്റവും സുന്ദരിയായിരിക്കാം, അല്ലെങ്കിലും സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചല്ലേ. സൗന്ദര്യത്തിന് എന്താ വിലയുള്ളത്? ഒരു പ്രസവം കഴിഞ്ഞാൽ, 2 പ്രസവം കഴിഞ്ഞാൽ എല്ലാം തീരും. ഒരു തലവേദന വന്നാൽ എല്ലാം പോകും. ഇനി എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും സ്വഭാവം പൊട്ടാണെങ്കിൽ, സ്വഭാവം നന്നല്ലെങ്കിൽ എന്തിന് പറ്റും? സയ്യിദുനാ റസൂലുള്ളാഹി അതുകൊണ്ട് ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ചു, സൗന്ദര്യം മാത്രം ലാക്കാക്കിയിട്ട് നീ വിവാഹം ചെയ്യരുത്. അത് അവരെ പിഴപ്പിക്കാനും മതി, അവരെ അക്രമകാരിയാക്കാനും മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സൗന്ദര്യം മാത്രമാണ് ഒരു ബന്ധം നിലനിൽക്കാൻ മാനദണ്ഡം എങ്കിൽ ഈ സിനിമാ നടന്മാർ, നടിമാരൊക്കെ ബന്ധം അവരൊന്നും പിരിച്ചിൽ തന്നെ, അടുത്തൊരാളെ നോക്കലായിരിക്കും പിന്നെ ഉണ്ടാവുക. എന്തുകൊണ്ടാ? അല്ല, മനുഷ്യന്റെ സ്വഭാവമാണ് നന്നാക്കേണ്ടത്. റസൂലുള്ളാഹി ദുആ ചെയ്ത പോലെ അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി വഖുലുഖി, എന്റെ സൃഷ്ടിപ്പും എന്റെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ് ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, സ്വഭാവം നന്നാവണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം, സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ വിധിയിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സുണ്ടായാൽ കണ്ണുകളെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ സാധിക്കുകയും മാത്രമല്ല, നാം ചെയ്യുന്ന ആരാധനകളിൽ, പ്രത്യേകിച്ച് നിസ്കാരം പോലെയുള്ള അമലുകളിൽ നമുക്ക് മനസ്സാന്നിധ്യം ലഭിക്കാനും അതൊരു പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വഴി മഹാന്മാർ കിതാബുകൾ ഉദ്ധരിച്ചത് അർദ്ധരാത്രിയിലുള്ള പാതിരാ സമയങ്ങളിലുള്ള പ്രത്യേക നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം പോലെയുള്ള നിസ്കാരം. അന്തരീക്ഷമൊക്കെ വളരെ ശാന്തമായി നിൽക്കുമ്പോൾ, വളരെ കാമാൻ ക്വയറ്റായി നിൽക്കുമ്പോൾ, ഒരു സൂചി വീണാൽ ആ സൂചിയുടെ വീഴ്ച ശബ്ദം പോലും കേൾക്കുന്ന രീതിയിലുള്ള ആ സമയത്ത്, വളരെ ശാന്തമായി നിൽക്കുന്ന സമയത്ത്, ജനങ്ങളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോ ഒരു ഭാഗത്തേക്കും ഒരു മേഖലയിലേക്കും ചിന്ത മാറിപ്പോകാത്ത ആ സമയത്ത് അള്ളാഹുവെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഖുശൂ ലഭിക്കാൻ, മനസ്സാന്നിധ്യം ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ, പണ്ഡിതന്മാർ, ഫഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതുവഴി തന്നെ നിസ്കാരങ്ങൾ പോലെയുള്ള അമലുകളിൽ നമുക്ക് മനസ്സാന്നിധ്യം ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട്. അല്ലെങ്കിലും പരിശുദ്ധമായ നിസ്കാരത്തിൽ ചിന്ത ഡൈവേർട്ടായി പോകുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവരുത് എന്ന് മഹാന്മാർ ശഠിക്കുന്നുണ്ടല്ലോ. ഒരു ചിത്രമുള്ള മുസല്ല നല്ലതല്ല. പ്ലെയിനായ, വെള്ളയായ, ഒരിക്കലും ചിന്ത മാറിപ്പോകാത്ത രീതിയിലുള്ള മുസല്ലയാണ്, അല്ലെങ്കിൽ ഒരു വിരിപ്പാണ് നിസ്കരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. കളറ് അല്ലെങ്കിൽ കാബയോ അല്ലെങ്കിൽ അത്തരം ഫോട്ടോകളൊക്കെ ഉള്ളത് നല്ലതല്ല. ചിത്രങ്ങളുള്ള ഒന്നും നല്ലതല്ല. അതൊക്കെ പിന്നീട് നമ്മുടെ ചിന്തകളെ നിസ്കാരത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന കാര്യങ്ങളാണ്. അത് കറാഹത്താണ് എന്ന് ഫിഖ് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. മഹാന്മാർ ഇത്ര വരെ പറയുന്നുണ്ട്, ചിലപ്പോ 2 ഭാഗത്തേക്കും കാണാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് മുന്നിൽ വരുമ്പോഴാണല്ലോ, കണ്ടുപോകുമ്പോഴാണല്ലോ നമ്മുടെ ചിന്ത ആ ഭാഗത്തേക്ക് പോവുക. അതുകൊണ്ട് ഒരിടത്തേക്കും ചിന്ത പോകാത്ത രീതിയിൽ അങ്ങനെ ഒരു ഇടുങ്ങിയ റൂമുണ്ടെങ്കിൽ അതിൽ വെച്ചുകൊണ്ടാണ് നിനക്ക് പ്രത്യേകിച്ചും ഖുശൂവോടുകൂടെ, ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് എന്ന് വരെ പറഞ്ഞിരിക്കുന്ന ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. ഖുശൂവോടുകൂടെ നിസ്കരിക്കുന്ന ആളുകൾ അവരാണ് മുഅ്മിനീങ്ങൾ, അവർക്ക് വിജയമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഖുശൂ പ്രദാനം ചെയ്യുമാറാകട്ടെ. മനസ്സാന്നിധ്യത്തോടുകൂടെ, ഹുദൂറുൽ ഖൽബോടുകൂടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
ഹുദൂറുൽ ഖൽബ് എന്താണ് എന്ന് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അയ്യഫ്റഗൽ ഖൽബു, ഹൃദയം പൂർണ്ണമായി ഒഴിവാകുക, മിൻ ഗൈരി മാ ഹുവ മുലാബിസുൻ ലഹു വമുതകല്ലിമുൻ ബിഹി, ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവോ അല്ലെങ്കിൽ ഏതൊരു വിഷയവുമായി നാം ബന്ധപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയത്തിൽ നിന്നെല്ലാം ഹൃദയം പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കലിനാണ്, മാറി നിൽക്കലിനാണ് ഹുദൂറുൽ ഖൽബ്, മനസ്സാന്നിധ്യം എന്ന് പറയുന്നത്. ഒരു ചിന്തയുമില്ലാത്ത അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം നിൽക്കുന്ന, മറ്റൊരു മേഖലയിലേക്കും ചിന്ത വഴിമാറിപ്പോകാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ ഖൽബ് ഒഴിഞ്ഞിരിക്കലിനാണ് ഹുദൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അമലുകൾക്ക്, നിസ്കാരം പോലെയുള്ള അമലുകൾക്ക് പ്രത്യേകിച്ചും. കാരണം നിസ്കാരം എന്ന് പറയുന്നത് അഫ്ളലുൽ ഇബാദാത്തുൽ ബദനിയ്യ, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ആ നിസ്കാരം പൂർണ്ണമാവാനും അതിന്റെ ഫലം നേടുവാനും ഖുശൂഅ് ഏറ്റവും പ്രധാനമാണ്. അല്ലാഹു തആല ആ നിലക്ക് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വളരെ ഭക്തിയോടുകൂടെ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരം അവസാനിക്കുന്നവരെ ചിന്ത വഴിമാറിപ്പോകാതെ അള്ളാഹുവിന്റെ വഴിയിൽ തന്നെ, റബ്ബിന്റെ ചിന്തയിൽ തന്നെ ഇത് റബ്ബുമായുള്ള മുനാജാത്താണ് എന്ന് മനസ്സിലാക്കി നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തരം നിസ്കാരത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅറാജാണ് നിസ്കാരം. റബ്ബിന്റെ അടുക്കലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കയറ്റമാണ് മിഅറാജ്. റസൂലുള്ളാഹി പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള ആ പാറയിൽ നിന്ന്, ഖുബ്ബത്തുസ് സഖറയിൽ നിന്ന് റസൂലുള്ളാഹി പടിപടിയായി കയറി ഒന്നാം ആകാശം, രണ്ടാം ആകാശം, മൂന്നാം ആകാശം, ആകാശങ്ങൾ കഴിഞ്ഞ് അവസാനം അർശും കുർസിയും എല്ലാം കണ്ടുകൊണ്ട് പടച്ചവനെ കണ്ടുകൊണ്ട് തിരിച്ചു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ ആകാശവും താണ്ടിക്കടന്നിട്ടാണ് അള്ളാഹുവിലേക്ക് എത്തിയത് എങ്കിൽ മുസ്ലിമും അങ്ങനെ തന്നെയാണ്, വിശ്വാസിയുടെ നിസ്കാരവും അങ്ങനെ തന്നെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ആ സമയം മുതൽ, വജ്ജഹത്ത് മുതൽ ഓരോ സമയങ്ങളിലായി അള്ളാഹുവിലേക്ക് കയറി റബ്ബിന്റെ പക്കലേക്ക് സംസാരം നടത്തി അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയേ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അങ്ങ് ഇങ്ങനെ ഒരു സമയത്ത് റബ്ബുമായി മുനാജാത്ത് നടത്തി സംഭാഷണം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴാണല്ലോ ഈ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് വന്നത് എന്നും പറഞ്ഞ് സലാം വീട്ടുന്ന നിസ്കാരം അത് മുഅ്മിനിന്റെ മിഅറാജാണ്. റബ്ബിന്റെ പക്കലേക്ക് കയറി ഇറങ്ങി വരുന്ന ഏർപ്പാടാണ് മിഅറാജ്. ആ മിഅറാജാണ് വിശ്വാസിയുടെ നിസ്കാരം എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മനസാന്നിധ്യം അള്ളാഹുവിന്റെ ചിന്തയിൽ അടിയുറച്ചു കൊണ്ടുകൊണ്ട് റബ്ബുമായുള്ള മുനാജാത്താണെന്ന് മനസ്സിലാക്കി നിസ്കാരം പോലെയുള്ള അമലുകൾ, എല്ലാ അമലുകളും എല്ലാ ഇബാദത്തുകളും റബ്ബിന് വേണ്ടി ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിൽ നിന്ന് വഴിമാറിപ്പോകുന്ന, വഴി തെറ്റിച്ചു കളയുന്ന എല്ലാ പൈശാചിക വസ്വാസുകളിൽ നിന്നും അവന്റെ ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ മുഴുവൻ ആളുകളെയും കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ഇബ്ലീസ് ഏതെങ്കിലും നിലക്ക് നമുക്കുള്ള അമലുകളെ, നമുക്കുള്ള ഇബാദത്തുകളെ നിഷ്ഫലമാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ, അതിന്റെ കമാലികത്തിന് ഭംഗം വരുത്താൻ ശ്രമിക്കുമ്പോ യാ അല്ലാഹ് അവന്റെ ഒരു വസ്വാസും ഞങ്ങൾ നീ ഫലിപ്പിക്കല റഹ്മാനെ. അള്ളാഹുവേ, ഇബ്ലീസിന്റെ പിടിയിലമർന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന, നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന, അതുപോലെ അമലുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, സിഹറും കണ്ണേറും അതുപോലെയുള്ള പല നിലക്കും ശൈത്താനിയും റുഹാനിയുമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യാ അല്ലാഹ് അവർക്ക് നീ മോചനം കൊടുക്കണേ റബ്ബേ, നീ മോചനം കൊടുക്ക റബ്ബേ. ഞങ്ങൾക്കുള്ള ദുആകളെ സ്വീകരിക്കുക അല്ലാഹ്, ഞങ്ങൾക്കുള്ള ദുആകളെ നീ സ്വീകരിക്കുക അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. 313 രൂപ തന്നുകൊണ്ട് പ്രത്യേക ദുആ ചെയ്യാൻ. പടച്ചവനെ, ഗൾഫിലുള്ള പിതാവിന് വേണ്ടി മെഡിക്കൽ ശരിയാകാൻ വേണ്ടി, അതുവഴി നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ പറഞ്ഞ മക്കളുണ്ട്. അല്ലാഹുവേ ഖബൂലാക്ക് റബ്ബേ. ആ ബദരീങ്ങൾക്കുള്ള എണ്ണമാകുന്ന 313 നിന്റെ പരിശുദ്ധ മസ്ജിദിന് വേണ്ടി നൽകിയ കാരണത്താൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഖൈറായ അവസ്ഥയിലേക്ക് ആ ഉപ്പയെ എത്തിക്കണേ അല്ലാഹ്. കുടുംബം പുലർത്താൻ മതിയാകുന്ന രീതിയിലുള്ള ഒരു ഖൈറായ ജോലി അവർക്ക് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. നീ റാഹത്തിലാക്കണേ അല്ലാഹ്. അതുപോലെ
500 രൂപ തന്നുകൊണ്ട് ഇബ്രാഹിം കോളിയാട്ട് എന്ന് പറയുന്ന സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അദ്ദേഹത്തിന്റെ മുറാദുകളെ നീ ഹാസുലാക്കണേ അല്ലാ, വിഷമങ്ങളെ തീർക്കണേ അല്ലാ. പടച്ചവനെ, പല ആളുകളും ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്കുള്ള മജ്ലിസിൽ ഇതുപോലെയുള്ള മജ്ലിസിൽ വന്നിരിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കുള്ള ദുആയുടെ മജ്ലിസിലും അതുപോലെ വഅദിന്റെ മജ്ലിസിലും ദിക്റിന്റെ മജ്ലിസിലും വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുആ എന്നല്ലാതെ വേറെ ലക്ഷ്യമില്ലാതെ എപ്പോഴും ദുആ ദുആ എന്ന് പറയുന്ന വസിയത്ത് പറയുന്ന ആളുകളുണ്ട്. അവർക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസുലാക്കണേ അല്ലാ. വിഷമങ്ങളെ തീർക്കണേ റബ്ബേ, പ്രയാസം ദൂരീകരിക്കണേ റബ്ബേ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. നീ ശിഫ നൽകണേ റഹ്മാനേ. രോഗം നൽകി ഞങ്ങളെ ആരെയും നീ പരിശോധിക്കല്ല അല്ലാ. പടച്ചവനെ, മാരകമായ പല അസുഖവും കാണുന്ന കാലമാണ്. ക്യാൻസർ പോലെയുള്ള, എയ്ഡ്സ് പോലെയുള്ള, കുഷ്ഠരോഗം പോലെയുള്ള കീറി മുറിക്കേണ്ടി വരുന്ന യാ അല്ലാ, ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന, നോക്കേണ്ട മക്കളും കുടുംബക്കാരും വിഷമിച്ച് പ്രയാസപ്പെട്ടു പോകുന്ന പലതരം അസുഖങ്ങളുടെയും കാലഘട്ടമാണ്. ഞങ്ങളുടെ ആരെയും അത്തരം അസുഖങ്ങൾക്ക് അടിമപ്പെടുത്തല്ലേ റഹ്മാനേ. ഇത്തരം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പല ആളുകളും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നിലല്ലാതെ വേറെ യാതൊരു പ്രതീക്ഷയുമില്ല റബ്ബേ. ഷാഫിയായ റബ്ബേ, കാഫിയായ അല്ലാഹ്, മുആഫിയായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും നീ പൂർണ്ണമായ ശിഫ വിധിക്കണേ റബ്ബേ. വല്ല മാരകമായ രോഗമുണ്ടാക്കാൻ നിനക്ക് തീരുമാനമുണ്ടെങ്കിൽ റമളാന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ജുമാ ദിവസത്തിന്റെ പുണ്യം കൊണ്ട് ആ ശർറായ ഖദാഇനെ റദ്ദാക്കണേ അല്ലാഹ്. പടച്ചവനെ, ജീവിതം ഖൈറാകുന്ന കാലമത്രയും പൂർണ്ണ ആഫിയത്തോടെ, സിഹത്തോടെ, സലാമത്തോടെ, ഇസ്സത്തോടെ, ഇഫ്ഫത്തോടെ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനേ. പടച്ചവനെ, അല്ലാഹുവേ, ജീവിത വഴികൾ തേടി കണ്ണെത്താ ദൂരങ്ങളിൽ പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു തലവേദന വന്നാൽ സമാധാനിപ്പിക്കാൻ ഭാര്യ കൂടെയില്ല, മക്കളെ കൂടെയില്ല. അവർക്ക് നീ സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഹലാലായ സമ്പാദ്യം ഞങ്ങൾക്കും അവർക്കും നൽകണേ റഹ്മാനേ. ഞങ്ങൾക്കുള്ള സമ്പത്തുക്കളെ നീ ഹറാമിലേക്ക് അടുപ്പിക്കല്ല അല്ലാ. പടച്ചവനെ, വിട്ടുപിരിയാൻ, കുടുംബം വിട്ടുപിരിയാൻ ആഗ്രഹമുണ്ടായിട്ട് പോയവരല്ല, നിവൃത്തിയില്ലാത്ത കൊണ്ട് പോയതാണ് റബ്ബേ. മാസങ്ങൾ കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തു കഴിയുകയാണ്. ആ സമയത്ത് അവർക്കുള്ള മരണവാർത്ത ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കല്ല റബ്ബേ. മരണവാർത്ത എത്തിക്കല്ല റഹ്മാനേ. പടച്ചവനെ, നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്ന, നിരപരാധികൾ കൊല്ലപ്പെടുന്ന, അപരാധം ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചിരിക്കുന്ന, കൊലപാതകങ്ങളും അതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളും കൂടിയ എന്ന് വേണ്ട കാലക്കെടുതികളും പടച്ചവനെ വിഷമങ്ങളും കൂടിയ കാലമാണ്. അപകടങ്ങൾ വർദ്ധിച്ച കാലമാണ്. നീ കാത്തോളണേ റബ്ബേ, നീ കാക്കണേ റഹ്മാനേ. റോഡിൽ കിടന്ന് ചതഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ ഉണ്ടാക്കല്ല അല്ലാഹ്. മരണം ഖൈറാകുമ്പോ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരും മുമ്പ് 500ഓളം മാലാഖമാര് വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. യാ അല്ലാഹ്, ഓരോ മലക്കും ഓരോ സന്തോഷ വാർത്ത പറയുമല്ലോ. ഒരു മലക്ക് പറഞ്ഞ സന്തോഷ വാർത്ത അടുത്ത മലക്ക് പറയില്ലല്ലോ. അത്തരം സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ, ഉസ്താദുമാർ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, മോശപ്പെട്ട അന്ത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള ദുആകളെ സ്വീകരിക്കും റബ്ബേ. റമളാൻ ഏകദേശം പകുതിയാകാൻ പോവുകയാണ്. ഈ വിശുദ്ധ മാസം കടന്നു വന്നിട്ട് എല്ലാ നിലക്കും അമലുകൾ ചെയ്ത് ധന്യരായ ആളുകളിൽ ഞങ്ങളെ പെടുത്ത് റബ്ബേ. അമല് ചെയ്യാൻ മനസ്സ് താ റബ്ബേ. ചെയ്യുന്ന അമലുകളിൽ മനസ്സാന്നിധ്യം താ റബ്ബേ. നിസ്കാരങ്ങളിൽ ഖുശൂ താ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള നിസ്കാരങ്ങളും കൊണ്ട് നിന്റെ മുമ്പിലേക്ക് വന്നാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? മനസ്സുകൾ നിന്റെ ആരാധനയിൽ പിടിച്ചു നിർത്തണേ റഹ്മാനേ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയപ്പെട്ട മുഅ്മിനീങ്ങൾ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഞങ്ങൾക്കുള്ള ആരാധനകൾ ആ നിലക്കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരാവയവങ്ങളെ എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും എല്ലാ തെറ്റിൽ നിന്നും നീ അകറ്റി നിർത്തണേ റഹ്മാനേ. ഞങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഈമാന്റെ പ്രകാശം കടത്തണേ അല്ലാഹ്. ഞങ്ങളുടെ അവയവങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. പാപങ്ങൾ മുഴുവനും പൊറുക്കണേ റബ്ബേ.
പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പല പള്ളിക്കാട്ടിലും കിടക്കുകയാണ്, പല ഖബർസ്ഥാനിലും കിടക്കുകയാണ്. യാ അല്ലാഹ്, വെള്ളിയാഴ്ച പകലല്ലേ, ദുആ ചെയ്യാൻ മുഹമ്മദ് മുസ്തഫ പറഞ്ഞിരിക്കുന്ന പുണ്യ പകലല്ലേ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നിന്റെ മഹദായ ഫള് കൊണ്ട് സ്വർഗം ഓശാരമായി താ റബ്ബേ. നരകത്തിന്റെ വക്കിലേക്ക് ഞങ്ങളെ തള്ളി മാറ്റല്ല അല്ലാ. നരകം ഞങ്ങൾക്കും അവർക്കും ഹറാമാക്ക് റബ്ബേ, നരകം ഹറാമാക്ക് റബ്ബേ. ഞങ്ങളുടെ ഇഷ്ടക്കനിയായ നബിയുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കുള്ള ശഫാഅത്തിൽ പങ്കാളികളാക്ക് റബ്ബേ. ആ പുണ്യപ്പൂമാൻ വിശ്വാസികൾക്ക് വേണ്ടി ഹൗദൽ കൗസർ കോരിക്കൊടുക്കുമ്പോൾ വാങ്ങാനും കുടിക്കാനും ദാഹം തീർക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. അല്ലാഹുവേ, ഇരുവീട്ടിലും വിജയിപ്പിക്കുക അല്ലാ. മുറാദുകളെ നീ ഹസ്സലാക്കുക അല്ലാ. ഞങ്ങൾക്കുള്ള ദുആകളെ ഖബൂലാക്കുക അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا ربي صل عليه وسلم. മയ്യിദ് നിസ്കരിക്കാനുണ്ട്. അബ്ദുള്ള ഫൈസി മൊഗ്രാൽ പുത്തൂർ, മൊയ്തു ചേറൂർ, 3 ഹാജി എം മൊഗ്രാൽ, 4 അബൂബക്കർ കൊടിയമ്മ, 5 ബന്നംകുളം അന്തുഞ്ഞിയുടെ മകനുമായ ബന്നംകുളം അബ്ബാസ് ഹാജി. ഇങ്ങനെ 5 മയ്യിത്തുകൾ. അതിനു പുറമെ കഴിഞ്ഞ ദിവസം ബേക്കലത്ത് അപകടത്തിൽ മരണപ്പെട്ട 6 പേർ. ഇങ്ങനെ 10-11 പേർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാം. അല്ലാഹു തആല അവർക്കുള്ള ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദാബിൽ നിന്ന് അവരെയും അല്ലാഹു നമ്മയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.